അസ്സലാമലൈക്കും, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ചെറിയ പെരുന്നാളാണ്. എല്ലാവർക്കും ഈദ് മുബാറക്. കണ്ടില്ലേ, മൈലാഞ്ചിയൊക്കെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ നമ്മൾ രാവിലെ പെരുന്നാൾ നിസ്കാരമൊക്കെ കഴിഞ്ഞ് ഇനി നമുക്ക് ഫുഡ് കഴിക്കണം. ഓക്കെ, അപ്പോൾ ഇവിടെ ഉള്ള വിശേഷങ്ങളെല്ലാം നമുക്ക് കാണാം. പറ. ഹായ്. വെയിൽ ഇങ്ങോട്ടോ. നമുക്ക് ഇവിടുത്തെ ഓരോ ആൾക്കാരെയും കാണാം. ഇവിടെ ഉടുപ്പ് ഇട്ടോണ്ട് നിൽക്കണ ഒരാള്. ഹലോ. പള്ളി പോയാ? കഴിച്ചാ? കഴിച്ചില്ല. എടാ ഈദ് മുബാറക് പറയടാ. ഫാരിസ് ഇവിടെ ഇരുന്ന് കഴിച്ചോണ്ടിരിക്കുന്നു. എന്താ കഴിക്കണ? ബെറോട്ടയും ബീഫും കഴിക്കുന്നു. അപ്പം നമ്മളെ പെരുന്നാളിൻ്റെ അന്നത്തെ രാവിലത്തെ വിശേഷങ്ങളാണ് ഇതെല്ലാം. പിന്നെ ഈ ഓരോ ഷോട്ടും ഓരോ സ്ഥലത്തു നിന്ന്, അതായത് ഓരോ വീട്ടിൽ നിന്ന് എടുക്കണത് പോലെ ഉണ്ടായിരിക്കും. കാര്യം എൻ്റെ കൊച്ചാര വീടെല്ലാം അടുത്തടുത്താണ്. അപ്പോൾ ഓരോരുത്തും പോയിട്ട് ഞാനിങ്ങനെ വീഡിയോ ഒക്കെ ഷൂട്ട് ചെയ്തതാണ് രാവിലത്തെ പെരുന്നാൾ വിശേഷങ്ങളൊക്കെ അറിയാനായിട്ട്. ഇവന്മാരെല്ലാവരും പള്ളിയിലൊക്കെ പോയി പെരുന്നാൾ കൊടിയൊക്കെ ഇട്ടിങ്ങനെ നിൽക്കുവാണ് ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കാനായിട്ട്. അത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് വന്നു. നമുക്ക് കഴിക്കാം. ഇപ്പം തന്നെ സമയം 10 മണിയായി. ഇനി നമുക്ക് ബിരിയാണി ഉണ്ടാക്കണം, നമുക്ക് ഫുഡ് കഴിക്കാം. അങ്ങനെ നമുക്ക് രാവിലെ കഴിക്കാനായിട്ട് അപ്പവും ബെറോട്ടയും പിന്നെ ബീഫും ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ എല്ലാവരും ഇരുന്ന് ഫുഡൊക്കെ കഴിച്ചു. പിന്നെ പെരുന്നാളായിട്ട് നമുക്ക് ഗസ്റ്റ് വന്നിട്ടുണ്ടായിരുന്നു. വേറെ ആരുമല്ല, എൻ്റെ ഫ്രണ്ട്സാണ്. ശ്രുതിയും പൂജയും വന്നിട്ടുണ്ടായിരുന്നു. പെരുന്നാളിന് പണ്ട് കാലത്തെല്ലാം ഈ അടുപ്പിൽ, വിറകടുപ്പിൽ കുക്ക് ചെയ്യൂലേ, അപ്പോൾ അതാണ് പെരുന്നാളിൻ്റെ വൈബ്. അപ്പോൾ അത് വന്ന് വീഡിയോ എടുക്കെന്ന് പറഞ്ഞ് കുഞ്ഞെ വിളിച്ചതാണ് എന്നെ. നമ്മള് LPG ഷോർട്ടേജ് ആയതുകൊണ്ടാണ് കേട്ടോ അടുപ്പിലുണ്ടാക്കണത്. പിന്നെ അല്ലേ, LPG ഷോർട്ടേജ് ആണെങ്കിലും നമ്മൾ അടുപ്പിലുണ്ടാക്കണതാണ് ടേസ്റ്റ് കൂടുതൽ. ഓ ശരിയാണ്. നമ്മള് അടുപ്പിൽ വെക്കണേനാണ്, ഗ്യാസ് ഉണ്ടായിരുന്ന കാലത്തും പെരുന്നാളിന് അടുപ്പിൽ വെക്കണതാണ് ടേസ്റ്റ്. അത് നമ്മളൊരു പണ്ടത്തെ ഒരു വൈബ് പിടിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അങ്ങനെ ചെയ്യുന്നത്. അല്ലാതെ നിങ്ങൾ വേറെ ഒന്നും വിചാരിക്കരുത്. ഗ്യാസ് വെച്ച് കാണിച്ചു. ഇവരാരെയും തന്നെ ഞാൻ വീഡിയോയിൽ ഇതുവരെ എടുത്തിട്ടില്ലാത്തത് കൊണ്ട് ഒരു ചമ്മലുണ്ടായിരുന്നു എല്ലാവർക്കും. പക്ഷെ പെരുന്നാൾ കഴിഞ്ഞതോടുകൂടി അതെല്ലാം മാറിക്കിട്ടിയിട്ടുണ്ട്. അപ്പൊ നമുക്ക് പെരുന്നാളായിട്ട് ഐസ്ക്രീമും കൊണ്ട് ഒരാൾ വന്നിട്ടുണ്ട്. ഇങ്ങോട്ട് വാടാ. ഐസ്ക്രീം അതത്തിന് കിട്ടി. ഐസ്ക്രീം എല്ലാവർക്കും, പിള്ളേർ സെറ്റിന് എല്ലാവർക്കും ഐസ്ക്രീം കിട്ടി. എനിക്കും കിട്ടി. അയാനും എന്ത് ചെയ്യണ്? മുനിമായ ഹെൽപ്പ് ചെയ്യണം ബിരിയാണി ഉണ്ടാക്കാൻ. പിന്നെ നമ്മൾ അടിപൊളിയായിട്ട് നല്ലൊരു ബിരിയാണിയൊക്കെ ഉണ്ടാക്കി. അതിങ്ങനെ ലെയർ ചെയ്ത് വെച്ച് കാണാൻ തന്നെ നല്ല ഭംഗിയായിരുന്നു. പക്ഷെ അതിൻ്റെ ദം പൊട്ടിക്കുന്നതൊന്നും എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല, ഞാൻ മറന്നുപോയി. ഹായ്. എവിടെ കല്യാണം വല്ലതും ഉണ്ടോ? കല്യാണം ഉച്ചയൊക്കെ ആവാറായപ്പോഴത്തേക്കും അവർ വന്നിട്ടുണ്ടായിരുന്നു. ശ്രുതിയെ നോക്കൂ, നല്ല പെരുന്നാൾ വൈബിലൊക്കെ വന്നിട്ടുണ്ട്, ചുരിദാറൊക്കെ ഇട്ട്. എൻ്റെ ലൈഫിൽ ആദ്യമായിട്ടാണ് എൻ്റെ ഇത്ത കൂടെ ഇല്ലാത്ത ഒരു പെരുന്നാൾ കൂടണത്. അവളും കാക്കായും എല്ലാം പുറത്താണല്ലോ. ആ ഒരു മിസ്സിങ് നല്ല രീതിയിലുണ്ടായിരുന്നു. അങ്ങനെ അവൾ വീഡിയോ കോൾ ചെയ്ത് ഞങ്ങൾ എല്ലാവരും കൂടിയിട്ടിരുന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. അവിടെയും അന്ന് തന്നെയായിരുന്നല്ലോ, സെയിം ഡേ ആയിരുന്നു പെരുന്നാൾ. അങ്ങനെയൊക്കെയാണ് കാര്യമെങ്കിലും ഇവരൊക്കെ വന്നിട്ടുണ്ടായിരുന്നത് കൊണ്ട് തന്നെ അത്യാവശ്യം നല്ല രീതിയിൽ സന്തോഷമൊക്കെ ഉണ്ടായിരുന്ന ഒരു പെരുന്നാളായിരുന്നു. എന്നും കോളേജിൽ പോകുമ്പോൾ കാണുന്നതാണ്, സംസാരിച്ച് തുടങ്ങിയാൽ പിന്നെ നിർത്തൂലല്ലോ. അങ്ങനെ കുറച്ച് കാര്യമൊക്കെ പറഞ്ഞതിന് ശേഷം ഞങ്ങൾ പില്ലർ സെറ്റും എല്ലാവരുമായിട്ട് ഫുഡ് കഴിക്കാനായിട്ടിരുന്നു. എങ്ങനെയുണ്ട്? കാണാൻ വയ്യ. എങ്ങനെയുണ്ട് ബിരിയാണി? വെരി നൈസ്. ഇത് ഇത്രയും കൂടെ നമ്മൾ ഇത്രയും ഐസ്ക്രീമാണ് നമ്മൾ ശ്രുതിക്കും പൂജയ്ക്കും വേണ്ടിയിട്ട് വാങ്ങിയിട്ടുള്ളത്. ഇതെല്ലാം കുടിക്കണേ. വാ അടച്ചു പോയി ശ്രുതി. ഇത് കുടിക്കട്ടാ? ഏത് വേണോ കുടിച്ചോ. ഐസ്ക്രീം അതാണ് നമ്മൾ കുടിക്കാൻ പോകുന്ന ഐസ്ക്രീം. ബെസ്റ്റാ.
ഹലോ ഗൈസ്, അപ്പം നമ്മൾ ഫുഡെല്ലാം കഴിച്ച് ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് ഇനി കുറച്ച് ഫോട്ടോസ് എടുക്കാനായിട്ട് പോയത് അല്ലേ? അതെ അതെ. ഇതാണ് നമ്മളെ പെരുന്നാക്കൊടി. നമ്മള് എന്റെ ഒന്നും കാണിക്കല്ലേ. അപ്പം നമ്മളൊരു നല്ല സ്പോട്ട് തപ്പിക്കൊണ്ട് ഇരിക്കുകയാണ് അല്ലേ ഫോട്ടോ എടുക്കാൻ. അതെ അതെ അതെ. നമുക്കിനി ഫോട്ടോസൊക്കെ കാണാം. അകത്ത് സ്പോട്ട് ഉണ്ടാ നോക്കാൻ പോണ. വാ ശ്രുതി. എടി മുകളിൽ പോവാ, നോക്കി വരണേ. ഹലോ ഗായ്സ്, ഇവിടെ തിന്നതിന്റെ പൊളപ്പ് തീർക്കാൻ വേണ്ടിട്ട് ഫോട്ടോ സെക്ഷൻ കണ്ടിട്ട്. ഇതാണ് ദുവ മറിയ. ദിസ് ഈസ് ഓസിയോ നോർഗിസ് പൂഞ്ചിത. ഓസിയോസ് വേണ്ടവരുണ്ടോ? മാങ്ങ പറിക്കുന്ന കാണിച്ചു തരാം. കണ്ടു, ഫാരിസ് ഫയാസ് ആൻഡ് മിസ്രിയ ഓൺ മാങ്ങ പറി. ഹായ് ദുവാ. ദുവാ ടാറ്റ പറ. ഹായ്. വെരി ഗുഡ്. ആസിത്തേര ഒരു മാങ്ങ കഴിക്കുന്നു. മാങ്ങ കൊള്ളാം പിന്നെ. പച്ച മാങ്കോ. അങ്ങോട്ട് നീങ്ങി പോ, കുറച്ചുകൂടെ അങ്ങോട്ട് നീങ്ങി പോ. എടാ ഇത് അങ്ങോട്ട് നീങ്ങിട്ടോ ഇങ്ങനെ എറിഞ്ഞാണ്. എടാ കൊണ്ടുപാടാ. എവിടെയാടി? ഞങ്ങളെ ഇവിടുത്തെ പിള്ളേർ സെറ്റും ഇവളുമാരും ഒക്കെ ആയിട്ട് പെട്ടെന്ന് അങ്ങ് സെറ്റായി. അതിന്റെ ബഹളമാണ് ഈ കാണുന്നത്. അങ്ങനെ കുറച്ച് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തതിന് ശേഷം അപ്പുറത്തുനിന്ന് പോയി മാങ്ങയൊക്കെ പറിച്ചുകൊണ്ട് വന്ന് ഉപ്പും മുളകും കൂട്ടി കഴിക്കുവാണ്. ഹലോ ഗൈസ്, അപ്പം പെരുന്നാളെല്ലാം കഴിഞ്ഞില്ലേ? യെസ്. അപ്പൊ ഇവർ രണ്ടുപേരും ആയിരുന്നു ഇന്നത്തെ നമ്മളെ ഗസ്റ്റ്. അപ്പോൾ വന്ന് ഫുഡൊക്കെ കഴിച്ച് എങ്ങനെ ഉണ്ടായിരുന്നു ദിവസം? പറയൂ. വെരി നൈസ്. ഒറ്റ വാക്കി പറഞ്ഞു തീർക്കാതെ എന്തെങ്കിലുമൊക്കെ. നമ്മള് തീറ്റിച്ച് കൊന്നു. ഇപ്പൊ ഇതുവരെ ഭക്ഷണം എത്തിക്കഴിഞ്ഞു. ഇനി കുറച്ചുകൂടെ, ഇനി ചായയും കൂടെ ഉണ്ട്. അതപ്പം ഇതുവരെ തുപ്പിക്കളയാ. ഞാൻ പൂജ ഉറങ്ങിയാണ് പോകുന്നത്. വണ്ടി പോകുമ്പോ പൂജ ഉറങ്ങി വീഴുന്നു, ഞാനും ഉറങ്ങി വീഴുന്നു, വണ്ടി നിരങ്ങി പോകുന്നു. അതെ. അപ്പൊ ഈ ഒരു പെരുന്നാള് കൊള്ളായിരുന്നല്ലേ? ഗംഭീരമാക്കി തന്ന ആസിയക്ക്, ആസിയുടെ കുടുംബത്തിന് ഈദ് മുബാറക്. അപ്പം എന്റെ വീടും പരിസരവും ആൾക്കാരും ഒക്കെ എങ്ങനെയുണ്ടായിരുന്നു? നല്ലതായിരുന്നു. കൊള്ളായിരുന്നല്ലേ? ഓക്കെ, ഞങ്ങൾക്കും പെരുന്നാള് നല്ലതായിരുന്നു. പക്ഷെ ഇനി നമുക്ക് എക്സാം ഉണ്ട്. അതിനെക്കുറിച്ച് ആലോചിക്കണം. വളരെ വലിയൊരു ദുരന്തം ഇനി നമ്മൾ ഫേസ് ചെയ്യാൻ പോകുന്നതേ ഉള്ളൂ. യെസ്, അതിന് മുന്നോടിയായിട്ട് അവസാനമായിട്ടുള്ള ഒരു ആഘോഷമായിരുന്നു ഇത്. അതെ അതെ. യെസ്. അപ്പൊ അത് ഇവിടെ കഴിഞ്ഞ് ഇനി നമ്മൾ ചായ കുടിക്കുന്നു, പോകുന്നു. യെസ്, ബൈ. ശ്രുതിയും പൂജയും യാത്രയാവുകയാണെന്ന്. അങ്ങനെ അവർ രണ്ടുപേരും പോയി. പെരുന്നാളും കഴിഞ്ഞ് സമയം 6 മണിയാവാറായി. ഇവിടെ ഭയങ്കര ബഹളം. അപ്പം ഇനി പ്രത്യേകിച്ചൊന്നുമില്ല, പെരുന്നാൾ ഇവിടെ കഴിഞ്ഞല്ലോ. പിന്നെ നമ്മൾ കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തിട്ടുണ്ട്. അപ്പം ഇനി എന്തോന്നാണ്, ഇനിയിപ്പോൾ നമുക്ക് കുറച്ചും കൂടെ കഴിയുമ്പോൾ വ്ലോഗ് അങ്ങ് വൈൻഡപ്പ് ചെയ്യാം. ഓക്കെ, ബൈ.
ഓ ഹായ് നമ്മൾ എവിടെ പോകുന്നു? അപ്പം നമ്മൾ ഈ പെരുന്നാൾ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാൻ വിചാരിച്ചതാണ്. പക്ഷെ നമ്മളെല്ലാരും കൂടെ ബീച്ചിൽ പോവാൻ പോകുന്നു അല്ലേ? അപ്പൊ നമുക്ക് ബീച്ചിൽ പോവാം. ഓക്കെ പറയായിരുന്നു. ഓക്കെ ഹായ്. അപ്പോൾ നമ്മൾ ബീച്ചിലൊക്കെ പോയിട്ട് തിരിച്ചു വന്നു. അപ്പോൾ ചെറിയ പെരുന്നാൾ ഇവിടെ കഴിഞ്ഞു, എല്ലാവരും പോയി. അപ്പോൾ ഈ വ്ളോഗ് നമ്മളിവിടെ വൈൻഡപ്പ് ചെയ്യുവാണ്. വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരാം. ബൈ ബൈ.